ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഡേറ്റ് ആണ് 9th ജൂൺ, എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള വ്ളോഗാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ് 12 മണിക്ക് തന്നെ കഴിഞ്ഞു കേട്ടോ. ആ സമയത്ത് തന്നെ ഇവരെല്ലാവരും അറേഞ്ച് ചെയ്തിട്ട് ഒരു സർപ്രൈസ് എന്ന പോലെ 12 മണിക്ക് തന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു കേക്കായിരുന്നു അത്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 3 കൊല്ലം മുമ്പ് എൻ്റെ 25th ബർത്ത്ഡേ അന്ന് ഞാൻ 25 ഫാക്ട്സ് അബൌട്ട് മീ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ 3 കൊല്ലമായല്ലോ, അപ്പോൾ ഞാനൊരു 3 ഫാക്ട്സും കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഫാക്റ്റ് എന്ന് പറയുന്നത്, നൗ ഐ എം എ മദർ. എനിക്ക് 1.5 വയസ്സുള്ള ഒരു മോനുണ്ട്. അത് വലിയൊരു ഫാക്റ്റ് തന്നെയാണ് അല്ലേ. അതാണ് ഫസ്റ്റ് ഫാക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സിനും മേലെ ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു ഷോർട്സിൽ പറഞ്ഞിരുന്നു, ബട്ട് ലോങ് വീഡിയോസാണ് കുറച്ചും കൂടിയും കൂടുതൽ പേര് കാണുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ ആൻഡ് ഫോർ സപ്പോർട്ടിങ് മീ. കുറേ ആളുകൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ തൊട്ടിട്ട് ഉള്ള കുറേ ആളുകൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ. സോ താങ്ക് യു സോ മച്ച്. ഇത് എല്ലാ കൊല്ലവും എൻ്റെ ഒരു ഗോളായിരുന്നു. അവസാനം ഇക്കൊല്ലം എനിക്കത് സാധിക്കാനായിട്ട് പറ്റി നിങ്ങൾ കാരണമാണ് കേട്ടോ. സോ താങ്ക് യു. മൂന്നാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത്, എനിക്ക് കുറച്ച് ഈ ഡ്രാമാസ് അതൊക്കെ കാണാനായിരുന്നു കൂടുതലായിട്ട് ഇഷ്ടം. അതിൻ്റെ ഒരു എന്താ പറയുക, മൈ ഫേവറേറ്റ് ഡ്രാമാസ് പറഞ്ഞിട്ട് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഇപ്പോൾ ഡ്രാമ മാറിയിട്ട് എനിക്കിപ്പോൾ ആനിമേസാണ് കൂടുതലായിട്ട് കാണാനായിട്ട് ഇഷ്ടം. സ്പെഷ്യലി നറൂട്ടോ ഉണ്ടല്ലോ, ഐ എം എ നറൂട്ടോ ഫാൻ നൗ. സുമാക്കി നറൂട്ടോ, ഇപ്പോൾ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആനിമേ സീരീസും പിന്നെ ഫിലിംസിനോടാണ് ഇപ്പോൾ കുറച്ചും കൂടി എനിക്ക് കാണാനായിട്ട് ഇഷ്ടം. അപ്പോൾ എക്സാമൊക്കെ ഒന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് വീണ്ടും കാണാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഞാൻ ഈ PSCയിലെ ബിഗിനർ ആയിട്ടുള്ള ഒരാളാണ്. അതായത് ഇതിന് മുമ്പ് ഞാൻ ആകെ ഒരു എക്സാം മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പഠിക്കാണ്ട് വെറുതെ പോയി എഴുതിയതാണ്. എന്തായാലും കൺഫർമേഷൻ കൊടുത്തുല്ലോ, അപ്പോൾ അങ്ങനെ പോയി എഴുതിയതാണ്. ആദ്യമായിട്ടാണ് ഞാൻ പഠിച്ചിട്ട് എഴുതാൻ പോകുന്നത് ഈ ഒരു എക്സാമാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന രീതികളാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാതെ ഞാനിതൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല കേട്ടോ. പിന്നെ യൂട്യൂബിൽ കമൻറ്റ്സ് കുറേ ഞാൻ കണ്ടു, എങ്ങനെയാണ് പഠിക്കുന്നത്, എന്താവും, ഫുള്ള് പഠിച്ചു തീരുമോ, എങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആങ്ഷ്യസ്നെസ് ഞാൻ കുറേ പേരുടെ കമൻസിൽ ഞാൻ കണ്ടു. അതേ ഒരു അവസ്ഥയിൽ കൂടി തന്നെയാണ് ഞാനും കടന്നു പോകുന്നത്. ഞാൻ സത്യം പറയാൻ എക്സാമിൻ്റെ ഡേറ്റ് വന്നതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി പഠിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എവിടം വരെ എത്തിയിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുക. എക്സാമിൻ്റെ പേപ്പർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പഠിച്ച് എഴുതുക എന്നുള്ളത്. അപ്പോൾ ഇത് കിട്ടാനില്ല എന്നുള്ള വേറെ കാര്യം, കിട്ടും, അത് വേറെ കാര്യം. കിട്ടിയില്ലെങ്കിൽ തന്നെ എന്താണ്, ഇതിന് വലിയ എന്തോ ദൈവം നമുക്ക് തരാനായിട്ട് വെച്ചിട്ടുണ്ട് എന്ന് കരുതിയാൽ മതി കേട്ടോ. ഞാൻ അങ്ങനെയാണ് എപ്പോഴും വിചാരിക്കുക. ഞാൻ വിചാരിച്ച എന്തെങ്കിലും നടന്നില്ലെങ്കിൽ എന്തെങ്കിലും ദൈവം ഇതിന് വലുത് എന്തെങ്കിലും എനിക്ക് തരാനായിട്ട് കരുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടില്ല എന്ന് വിചാരിക്കല്ല, നമുക്ക് എന്തായാലും കിട്ടും എന്ന് വിചാരിക്കാം. ഇത് എന്നെ കൂടി ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് കാണിച്ചു തന്നില്ലല്ലോ, കാണിച്ചു തരാവേ. എൻ്റെ ഭർത്താവ് എനിക്ക് വാങ്ങി തന്നതാണ്. ഇത് ഞാനിതുവരെ പൊട്ടിച്ചിട്ടില്ല. തുറന്നു നോക്കാം അല്ലേ.
ഇതിൻ്റെ വർക്കിംഗ് ഒന്നും എനിക്കറിയില്ല, ഒക്കെ നോക്കണം എങ്ങനെയാണ് സംഭവം എന്ന്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഫിലിമും കൂടിയും തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. താങ്ക് യു. One hour later.
വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരമായി. ഞാൻ ആ സത്യപ്രതിജ്ഞ ഒക്കെ ഇരുന്ന് കാണുമായിരുന്നു. ഇനി പഠിക്കാനായിട്ട് ഒരു മൂഡ് എനിക്കിപ്പോൾ ഇല്ല. തലയൊക്കെ എന്തോ തലവേദനയൊക്കെ എടുക്കുന്ന പോലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുക. അന്ന് കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. പക്ഷേ എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.